ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഇന്ന് ഗുരുദേവ കഥകൾ 8-ാം ദിവസം. പെട്ടെന്നൊരു ദിവസം നാണുവിൻ്റെ അമ്മൂമ്മയ്ക്ക് പനിയും അതിസാരവും ബാധിച്ചു. അമ്മാവന്മാരും മറ്റും വിദഗ്ധമായി ചികിത്സിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും പനി തുടങ്ങി 4-ാം ദിവസം അമ്മൂമ്മ, അതായത് നാണുവിൻ്റെ അമ്മയുടെ അമ്മ, മരിച്ചു. കൈകാലുകൾ നീട്ടിവെച്ച് ഒരു വെള്ളവസ്ത്രം പുതച്ച് കട്ടിലിൽ മലർന്നു കിടക്കുന്ന അമ്മൂമ്മയുടെ മൃതദേഹത്തിന് ചുറ്റുമിരുന്ന് അമ്മയും മറ്റു ബന്ധുക്കളായ സ്ത്രീകളും അലമുറയിട്ട് കരയുന്നു. ചിലർ മാറത്തടിച്ചും ചിലർ പരസ്പരം കെട്ടിപ്പിടിച്ചും ദീനരോധനം ചെയ്യുന്നു. പുറത്ത് വരാന്തയിലും മുറ്റത്തുമൊക്കെ അമ്മാവന്മാരും മറ്റ് ബന്ധുക്കളും ദുഃഖം മനസ്സിലടക്കി മൂകരായി ഓരോ ദിക്കിലിരിക്കുന്നു. മരണവാർത്തയറിഞ്ഞ് ദൂരെയുള്ള ബന്ധുക്കൾ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് ദുഃഖവും മ്ലാനതയുമാണ്. നാണുവിന് ഇത് മരണത്തെ സംബന്ധിച്ചുള്ള ആദ്യത്തെ അറിവല്ല. ഇതിനു മുമ്പ് ഒരു ബന്ധുവീട്ടിൽ ഒരു വല്യപ്പൻ മരിച്ച സംഭവത്തിൽ നാണു പിതാവിൻ്റെ കൂടെ അവിടെ ചെല്ലുകയും മരണാനന്തര കർമ്മങ്ങളും മറ്റും കാണുകയും ചെയ്ത അനുഭവമുണ്ട്. എന്നാൽ അമ്മൂമ്മയുടെ മരണം അവനെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി. അമ്മൂമ്മയെ വീട്ടിലെല്ലാവരും ആദരിച്ചിരുന്നു. അമ്മൂമ്മയ്ക്ക് എല്ലാവരോടും സ്നേഹവും വാത്സല്യവുമായിരുന്നു. നാണുവിനോട് വിശേഷിച്ചും ഒരു വാത്സല്യം അവർക്കുണ്ടായിരുന്നു. എന്നും വിദ്യാലയത്തിൽ നിന്ന് വരുമ്പോൾ, എൻ്റെ അപ്പി ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ആശാൻ എന്തു പറഞ്ഞു? കൂട്ടുകാർ പിള്ളേരാരൊക്കെയാണ്? എന്നെല്ലാം ചോദിക്കും. മോൻ എന്തെല്ലാമാണ് വേണ്ടത്, എന്താണിഷ്ടം എന്ന് ചോദിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണവും പലഹാരങ്ങളും മറ്റും കൊടുക്കും. മടിയിലിരുത്തി താലോലിക്കും. അങ്ങനെയൊക്കെയുള്ള അമ്മൂമ്മ മരിച്ചുപോയല്ലോ എന്നോർക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം സഹിക്കാവുന്നതല്ല. അവിടെ മാടനാശാൻ ചിലരെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. തെക്കേ മുറ്റത്തോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ മാവ് ഒരാൾ വെട്ടി വിറകാക്കുന്നു. മറ്റൊരാൾ അല്പം കൂടി തെക്കോട്ട് മാറി ചിതയ്ക്ക് ഉള്ള സ്ഥലം വൃത്തിയാക്കുന്നു. ചിലർ മുറ്റത്ത് വരുന്നവർക്ക് ഇരിക്കാനും മറ്റുമായി പന്തലൊരുക്കുന്നു. ഇപ്പോൾ പലരും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് ദുഃഖവും മ്ലാനതയും നിഴലിച്ചു കാണാം. നാണു ഈ കാര്യങ്ങളെല്ലാം അതീവ ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയുമാണ്. മുറ്റത്ത് മെഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പനമ്പ് വിരിച്ച് അതിനു മുകളിൽ പായ് വിരിച്ച് ഒരു വശത്ത് നിലവിളക്കും മറ്റും കൊണ്ടുവന്ന് വയ്ക്കുന്നു. കുറച്ചുപേർ അമ്മൂമ്മ കിടക്കുന്ന മുറിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് കൂട്ടക്കരച്ചിൽ കേൾക്കുന്നു. അല്പസമയം കഴിഞ്ഞ് അമ്മൂമ്മയെ കുളിപ്പിച്ച് കസവു വസ്ത്രം ധരിപ്പിച്ച് മുറ്റത്ത് വിരിച്ചിരിക്കുന്ന പായിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. ചിലർ അതിനുമേൽ പട്ടുവസ്ത്രങ്ങളിടുന്നു. അതിനുശേഷം ചില കർമ്മങ്ങൾ ചെയ്ത ശേഷം അമ്മാവന്മാരും 4 ബന്ധുക്കളായ പുരുഷന്മാരും കൂടി അമ്മൂമ്മയെ എടുത്തുകൊണ്ടുപോയി മുൻപ് ഒരുക്കി വച്ച ചിതയിൽ കിടത്തുന്നു. ചിതയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. മൂത്ത അമ്മാവൻ ചിതയ്ക്ക് തീ കൊളുത്തുന്നു. ഇതൊക്കെ കണ്ടു നിന്ന നാണുവിൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങി. എന്താണിത്? സ്വന്തം അമ്മയെ തീ കൊണ്ട് കത്തിക്കാൻ ഈ അമ്മാവന്മാർക്ക് എങ്ങനെ സാധിക്കുന്നു? ഇവർ ഇത്രമാത്രം ക്രൂരന്മാരാണോ? മരണം എന്നാൽ എന്താ? മരിച്ചപ്പോൾ എന്താണ് പോയത്? ജീവൻ എന്നാൽ എന്താണ്?
ജീവൻ പോയപ്പോൾ അതോടൊപ്പം അമ്മൂമ്മയും പോയോ? ഇനി അവർക്ക് എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള അനേകം ചിന്തകൾ ആ കുഞ്ഞു മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. അമ്മൂമ്മയുടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അമ്മാവന്മാർ മുങ്ങിക്കുളിച്ചതിനു ശേഷം ഗൃഹത്തിൽ വന്നു. അവരുടെ മുഖത്ത് അമ്മ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടമൊന്നും കാണുന്നില്ല. മുൻപ് അലമുറയിട്ട് കരഞ്ഞവരുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. മരിച്ചപ്പോൾ ഉണ്ടായ സങ്കടം ആ ദേഹം കത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലാതായോ? ബന്ധവും സ്വന്തവും സ്നേഹവും ഒക്കെ ഇത്രമാത്രമേ ഉള്ളോ? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് വീടിൻ്റെ ഒരു ഭാഗത്ത് ഏകനായി കുറേ നേരം ഇരുന്നു. പിന്നീട് നാണു എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. നേരം സന്ധ്യയായി. അയൽക്കാരും മറ്റ് ബന്ധുക്കളും ഒക്കെ അവരവരുടെ വീടുകളിലേക്ക് പോയി. അവശേഷിക്കുന്നത് കുടുംബക്കാരാണ്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനായി എല്ലാവരെയും വിളിച്ചു. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ വന്നു. നാണുവിനെ കണ്ടില്ല. നാണു എവിടെ? അവനെ വിളിക്കൂ. എല്ലാവരും നാണുവിനെ തിരക്കി. പക്ഷേ നാണു അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് ശങ്കയും പരിഭ്രമവുമായി. എല്ലാവരും വീടിനുള്ളിലും ചുറ്റുപാടും എല്ലാം തിരക്കി. നാണുവിനെ കാണാനില്ല. അയൽപക്കങ്ങളിലും എല്ലാം തിരക്കി. നാണു അവിടെയെങ്ങും ചെന്നില്ല. അവരാരും കണ്ടില്ല. രാത്രി മുഴുവനും എല്ലാവരും നാണുവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ ആർക്കും ഒരറിവും കിട്ടിയില്ല. പിറ്റേ ദിവസവും അന്വേഷണം തുടർന്നു. എല്ലാവരിലും ഇപ്പോൾ അമ്മൂമ്മ മരിച്ചതിനെപ്പറ്റിയുള്ള ദുഃഖമല്ല, നാണുവിനെ കാണാഞ്ഞിട്ടുള്ള പരിഭ്രാന്തിയാണ്. ഭവനമാകെ ശോകമൂകം. വൈകുന്നേരം 4 മണിയോട് അടുത്ത ഒരു സമയം അവിടുത്തെ കൃഷിക്കാരനായ മൂത്ത പുലയൻ നാണുവിനെയും തോളിലേറ്റി വയൽവാരം വീടിൻ്റെ പടിപ്പുരയ്ക്കൽ വന്നു നിന്നു. കുട്ടിയെ താഴെ ഇറക്കി. അത് കണ്ട കുട്ടിയമ്മ ഓടിച്ചെന്ന് നാണുവിനെ എടുത്ത് കെട്ടിപ്പിടിച്ച് സർവാംഗം ഉമ്മ നൽകി. ആ സമയത്ത് തീണ്ടലും തൊട്ടുകൂടായ്മയും ഒന്നും ആരും ഓർമ്മിച്ചില്ല. കൃഷ്ണൻ വൈദ്യൻ പുലയനോട് എവിടെ നിന്നാണ് നിനക്ക് ഇവനെ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അകലെയുള്ള സർപ്പക്കാവിൽ ഈ കുഞ്ഞു തമ്പ്രാൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങ് എടുത്തുകൊണ്ട് പോന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് നീ സർപ്പക്കാവിൽ പോയതെന്നും അവിടെ രാത്രിയിൽ തനിച്ചിരിക്കാൻ നിനക്ക് പേടിയായില്ലേ എന്നും അമ്മാവൻ ചോദിച്ചപ്പോൾ അനന്തരവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. അമ്മൂമ്മയെ ദഹിപ്പിച്ചപ്പോൾ ആദ്യം എല്ലാവരും കരഞ്ഞു. പിന്നെ ഇവിടെ വർത്തമാനം പറച്ചിലും ചിരിയും ഒക്കെ കണ്ടു. അല്പം മുമ്പ് ഉണ്ടായ ദുഃഖം അവസാനിക്കുകയും ഒന്നും സംഭവിക്കാത്തതുപോലെ സന്തോഷവും എല്ലാവരിലും കണ്ടപ്പോൾ എന്താണ് ഇങ്ങനെ എന്നും മരണം എന്താണെന്നും അറിയാഞ്ഞിട്ട് ഇതേക്കുറിച്ച് ആലോചിക്കാനായി സർപ്പക്കാവിൽ പോയി ഇരിക്കുകയായിരുന്നു. എനിക്ക് അപ്പോൾ പേടിയൊന്നും തോന്നിയില്ല എന്ന് മറുപടി പറഞ്ഞു. കേവലം 6 വയസ്സ് മാത്രമുള്ള നാണുവിൻ്റെ ഈ മറുപടി കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചിന്താധീനരാവുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. നമ്മേക്കാളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഈ പിഞ്ചുബാലൻ്റെ ചിന്ത. ഈ പിഞ്ചുബാലൻ ചിന്തിക്കുന്നത് എന്ന് അവരോർത്തു. തൻ്റെ ഭാഗിനേയൻ നിസ്സാരനല്ല എന്നുള്ള ഒരു അറിവ് കൃഷ്ണൻ വൈദ്യനും ഉണ്ടായി. നമസ്കാരം.